നമസ്കാരം. അപ്പോ തിയേറ്ററിൽ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രത്തിന് വൻ വരവേൽപ്പാണ്. തീർച്ചയായിട്ടും ഒത്തിരി കട്ട വെയിറ്റിംഗിലാണ്. നായകൻ കമലഹാസൻ, ഡയറക്ടർ ശങ്കർ, ഒത്തിരി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പറയേണ്ടായി. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് ഒത്തിരി നാളത്തെ വെയിറ്റിംഗിനൊടുവിൽ റിലീസിംഗിനെത്തുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിപ്പാണെന്നാണ് ഓരോ പ്രേക്ഷകരും മുൻകൂട്ടി പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രം ഫുൾ സ്ക്രീനിൽ, അതായത് നെടുമുടി വേണുവിനൊക്കെ വീണ്ടും തിരിച്ച് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റോട് കൂടി കാത്തിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും. നമ്മളിൽ നിന്ന് അകന്നുപോയ നെടുമുടി വേണു സാറിനൊക്കെ വീണ്ടും AI സാങ്കേതിക വിദ്യയിലൂടെ വീണ്ടും ഇന്ത്യൻ 2 എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവം തന്നെ. തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു അപൂർവ നിമിഷം കൂടിയായിരിക്കും. കാരണം ഇന്ത്യൻ പാർട്ട് 1 നെടുമുടി വേണു സാറിന്റെ അഭിനയം വേറെ ലെവലായിരുന്നു. ആ ഒരു മൂല്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടർ വീണ്ടും ഇന്ത്യൻ 2 എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ഒത്തിരി പ്രേക്ഷകർ മനസ്സിലേറ്റി കഴിഞ്ഞു. ഈ ഒരു ചിത്രം റിലീസാകുമ്പോൾ പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ചെറിയൊരു സങ്കടം മനസ്സിൽ കിടപ്പുള്ളതായി പറഞ്ഞു കേട്ടായിരുന്നു. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് മാജീഷ്യനെ അതിന് ഒഴിവാക്കിയത് ഒത്തിരി സങ്കടം അധികമാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിൽ AR റഹ്മാന്റെ മ്യൂസിക് ആദ്യ ഭാഗത്തിൽ, അതായത് ആദ്യ പാട്ടിൽ, ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ ആദ്യ പാട്ടിൽ വളരെ മനോഹരമായ രീതിയിലാണ് AR റഹ്മാൻ അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിലെ സോങ്ങുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകർ, അതായത് 88% പ്രേക്ഷകരും AR റഹ്മാന്റെ ഒപ്പം കട്ടക്ക് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒത്തിരി വീഡിയോസിന് കമന്റ്സ് വരുന്നത് AR റഹ്മാൻ തന്നെയായിരിക്കണം ഇന്ത്യൻ 2 ചെയ്യേണ്ടതെന്നായിരുന്നു എല്ലാ പ്രേക്ഷകരുടെയും അഭിപ്രായം. പക്ഷേ AR റഹ്മാൻ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒരു ശങ്കർ എന്ന് പറയുന്ന ആ ഒരു മഹാനായ ഡയറക്ടർ പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള എന്തുകൊണ്ടാണ് AR റഹ്മാൻ ഇതിൽ മ്യൂസിക് ചെയ്യാതിരുന്നത് എന്നുള്ളത് ഒത്തിരി മീഡിയകൾ കവർ ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെ ലോകം മുഴുവൻ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലൈവ് പ്രോഗ്രാമിന്റെ തിരക്കാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിക്കും പ്രേക്ഷകർ കാത്തിരുന്നു AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മാജിക് തന്നെയായിരുന്നു ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലും ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. പക്ഷേ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രം തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം, കാണാം എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിലെ സോങ്ങുകളും അതിന്റെ മ്യൂസിക്കും. അതിനോടൊപ്പം തന്നെ ശങ്കർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറുടെ മാസ് ചിത്രമായിരിക്കും ഈ ഒരു ചിത്രം. എന്തായാലും കട്ട വെയിറ്റിംഗ് തന്നെയാണ്. കാരണം ഉലകനായകൻ കമലഹാസൻ പ്ലസ് ശങ്കർ, തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു റിലീസിംഗിന് വേണ്ടി. ഇതിനു മുമ്പും വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ട് ഒത്തിരി കമന്റ്സുകൾ വരുന്നുണ്ട് പ്രേക്ഷകരുടെ. തീർച്ചയായിട്ടും ഒരു 88% ഇപ്പോൾ AR റഹ്മാനെ സപ്പോർട്ട് ചെയ്താണ് വരുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് അനിരുദ്ധ് ഈ ഒരു മ്യൂസിക് ചെയ്താലുള്ള കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രേക്ഷകൻ പറഞ്ഞ ഒരു കാര്യമാണ്, തീർച്ചയായിട്ടും AR റഹ്മാൻ ചെയ്തിരിക്കുന്ന സോങ് ഒരു 20, 30, 50 അതിനപ്പുറത്തേക്കുള്ള വർഷങ്ങൾ വരെ നമ്മുടെ മനസ്സിലിരിക്കുമെന്നും ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന ഓരോ സോങ്ങുകളും ആ ഒരു സിനിമ കഴിഞ്ഞ് ഞങ്ങൾ മറന്നു പോകും എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ കട്ടയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണേ. പ്രേക്ഷകർ അങ്ങനെ പറയുന്ന നിമിഷത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ മലയാളിയുടെ അഹങ്കാരമായ മ്യൂസിക് ഡയറക്ടർ മോഹൻ സിത്താരയുമായി കണ്ടുമുട്ടാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണം. ഇന്ത്യൻ ആദ്യ ഭാഗത്ത് AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 ഈ മാസം തന്നെ റിലീസിംഗ് ആകുമ്പോൾ അതിനകത്ത് അനിരുദ്ധാണ്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് മനസ്സിൽ ആഴ്ന്നിറങ്ങിയ മ്യൂസിക് എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും? തീർച്ചയായിട്ടും നമ്മള് കാലങ്ങൾ കഴിയും തോറും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റഹ്മാന്റെ ഒരു കാലം, അത് ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ, മനസ്സിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരുപാട് നല്ല പാട്ടുകളും പിന്നെ ഓർക്കസ്ട്രേഷനെ കൊണ്ട് വിസ്മയമാർജിച്ച ഒരാളാണ് നമ്മുടെ AR റഹ്മാൻ. ഇപ്പോ അതെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വേൾഡിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ് റഹ്മാൻ. അത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഇന്ത്യയിലെ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ വേൾഡിൽ അറിയപ്പെടുന്ന ഒരാളാണ്. നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ. അതുപോലെ അനിരുദ്ധിന്റെ റഹ്മാൻ ഒക്കെ അതിനുശേഷം അനിരുദ്ധിന്റെ സ്റ്റൈൽ കൂടെ വന്നു. അത് റഹ്മാനെ വിട്ട് പിന്നെ അനിരുദ്ധിനിലേക്ക് ആളുകൾ അതിന് മാറി തിരിഞ്ഞുകൊണ്ടിരിക്കും. അനിരുദ്ധിന്റെ അതെ, ഒരു കാലഘട്ടത്തിലെ വ്യത്യാസമാണ്. ഇനിയിപ്പോ അനിരുദ്ധിന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം വേറെ ആൾ വരും. അപ്പൊ അനിരുദ്ധിനെ വിട്ട് അങ്ങനെ പോകും. ഇപ്പൊ എന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. ഒരു കാലഘട്ടത്തിൽ ഞാനും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നു. പക്ഷെ ഇതിപ്പോ വീണ്ടും നമ്മൾ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു മനുഷ്യനായാൽ അങ്ങനെ തന്നെ ആയിരിക്കും. സംഗീതത്തിന് മരണമില്ല, ഒരിക്കലുമില്ല. അപ്പൊ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ഒരാളെ നോക്കി ദൈവം, അതിനുശേഷം അടുത്ത ആളെ, അങ്ങനെ എല്ലാവർക്കും ദൈവം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതെ.
അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ. എന്തായാലും ഈ ഇന്ത്യൻ 2 റിലീസിംഗ് ആയതിനു ശേഷം എന്താണ് അനിരുദ്ധിന്റെ മ്യൂസിക് തീർച്ചയായിട്ടും പ്രേക്ഷകർ എ.ആർ. റഹ്മാൻ പോലെ തന്നെ സ്വീകരിക്കും എന്നുള്ളതാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എപ്പോഴും വ്യത്യസ്തമായ സംഭവങ്ങൾ കാണുമ്പോഴാണല്ലോ മനുഷ്യർ അതിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും എ.ആർ. റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി റോജയ്ക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ഒരേ ഭക്ഷണം തന്നെ കഴിക്കാതെ ഇടയ്ക്കൊക്കെ മാറ്റി കഴിക്കണമെന്ന്. അതേപോലെയാണോ ഈ ഒരു മ്യൂസിക്? തീർച്ചയായിട്ടും. കാരണം മനുഷ്യന്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ മ്യൂസിക്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഉലകനായകൻ അഭിനയിച്ച ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്ത ഈ ഒരു ഇന്ത്യൻ 2 വമ്പൻ ഹിറ്റ് ആവുമെന്ന് ഉറപ്പുണ്ടോ സാറിന്? തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് തന്നെ ഇന്ത്യൻ സിനിമ ഞാൻ 2-3 പ്രാവശ്യം കണ്ട ഒരാളാണ്. അപ്പൊ അതിലും ഗംഭീരമായിരിക്കും ഇന്ത്യൻ 2. ഓൾ ദി ബെസ്റ്റ്.